അത് കഴിഞ്ഞിട്ട് അമ്മ ഇത് കൊണ്ട് പട്ടാളം മാർക്കറ്റിൽ കൊടുത്ത് അവിടുന്ന് കഴിഞ്ഞ് ആ രാജേട്ടൻ ആളെൻ്റെ തോന്നുന്നുണ്ട് ആ ചേട്ടൻ്റെ പേര് ഒരിക്കലും മറക്കില്ല. രാജേട്ടനാന്ന് തോന്നുന്നു. ആ ചേട്ടനോട് കുറേ അടികൂടി പൈസ ചോദിച്ച് അവർ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ. അവരായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അടിപിടി വന്നിട്ട് അമ്മ അവിടുന്ന് പിന്നെ ഇവിടെ ഈ നാരായണൻ്റെ കട എന്നിട്ട് ഇവിടെ നായ്ക്കനാലിൻ്റെ അവിടെ ഹോട്ടലുണ്ട്. അവിടെ നിന്ന് സ്ഥിരമായിട്ട് അമ്മ അവിടുന്ന് അപ്പോൾ ഞാനും ചേട്ടനും പിന്നെ എൻ്റെ ചേച്ചിൻ്റെ അവർക്ക് 3 പേർക്കും ഭക്ഷണം മേടിച്ചുകൊണ്ടാണ്. പുട്ടും കടല മെയിൻ സാധനമാണല്ലോ പുട്ടും കടല. ആ സമയത്തൊക്കെ നല്ല രസം അത് മേടിച്ചോണ്ടാ. അപ്പോൾ ഒരു 9 മണി 10 മണിയാവും രാത്രി. അപ്പോൾ 9 മണി ഭക്ഷണം കഴിച്ചാണ്. അതെ, ടീച്ചർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതെ. പിന്നെ വൈകുന്നേരം എന്തായാലും അമ്മ കൊണ്ടെന്ന് അറിയാം. അപ്പം എന്നിട്ട് നേരത്തെ അപ്പം ഞാൻ അവിടെ നിന്നിരിക്കും. എൻ്റെ ഓമന കാഫ് എന്ന് പറഞ്ഞിട്ട് അച്ഛനൊക്കെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. മരുമട്ടനും അവിടെ അമ്മയും അവിടെ പാടത്തെ പണിക്കൊക്കെ പോകണ്ടായിരുന്നു. അപ്പോൾ അവരെ ഹോട്ടലിൻ്റെ അവിടെ ഇരിക്കും. അപ്പോൾ അമ്മ വരുമ്പോൾ അമ്മേൻ്റെ കൂടെ നേരം പോകുമ്പോൾ ഞാനും ചൊല്ലും അവിടെ. അപ്പോൾ അമ്മയുടെ കൂടെ ഇങ്ങനെ നടക്കാണ്. അവിടെ പാടായിരുന്നു. ഇപ്പോഴാണ് ഇത്തിരി മെട്രോ സിറ്റി ഒക്കെ ആയത്. പാടം. എന്നിട്ട് അവിടെ നിന്ന് വരും, ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. അതാണ് അമ്മ. അത് ഒരു ഒടിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒടിക്കും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ആക്കാൻ എന്നെ എൻ്റെ ചേട്ടൻ ഇങ്ങനെ ആക്കാൻ. ചേട്ടൻ മരിച്ചു, എന്നൊക്കെ ആക്സിഡന്റ് മരിച്ചു. എന്നൊക്കെ ഇങ്ങനെ ആക്കാൻ കൂടുതൽ നമുക്കറിയാമായിരുന്നു. പഠിച്ചിട്ട് എന്തായാലും രക്ഷപ്പെടില്ല എന്നറിയും. അപ്പോൾ ചേട്ടൻ നന്നായി പഠിക്കുന്ന ആളായ കാരണം ചേട്ടനോട് പറയും ഞാൻ അവന് ഉപദ്രവിക്കാൻ നിൽക്കുന്നു പറഞ്ഞാൽ അവൻ അങ്ങോട്ട് വിട്ടേക്ക്, അവൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്ക്, അവൻ കളിക്കുക എന്ത് വേണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് അറിയാമായിരുന്നു ഇങ്ങനെ പന്ത് കളിക്കണ കാണാനൊന്നും വന്ന. പിന്നെ കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ സന്തോഷ് ട്രോഫി അവിടെ കളിക്കുമ്പോഴും എൻ്റെ ഫസ്റ്റ് ഫെഡറേഷൻ കപ്പ് ഇവിടെ ആയിരുന്നല്ലോ 90-ൽ. അപ്പോൾ അമ്മ അവിടെ അത് വിഷുൻ്റെ അന്നായിരുന്നു കളി, ഫസ്റ്റ് കളി. അപ്പോൾ അമ്മ അവിടെ കാണാൻ വന്നിരുന്ന ആ ഗാലറിയാണ് ഇങ്ങനെ സൈഡിലേക്ക് ചേഞ്ച് ചെയ്ത്. അപ്പോൾ ഞാൻ ബോൾ പിടിക്കാനൊക്കെ നിന്നുണ്ട് ഇവിടെ ഏടെ ചാക്കോൾ ട്രോഫി നടക്കുമ്പോൾ. ഈ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ സോഡയും ഇതൊക്കെ വിറ്റ് ഇങ്ങനെ നടക്കും. അപ്പം ഞങ്ങൾ നമ്മളിപ്പോൾ ഒരു അന്ന് ഭയങ്കര വെയിലത്തല്ല കളി. കാരണം 3-3:30 അന്ന് ഓപ്പണായിട്ട് സിഗരറ്റ് വലിക്കുകയും ചെയ്യും. ഇപ്പോഴല്ല. അപ്പം നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവും. പിന്നെ ഒരു പെട്ടി ഉണ്ടാവും സോഡയുടെ. ഇതിൽ കംപ്ലീറ്റ് അത് കംപ്ലീറ്റ് സിഗരറ്റും ഇതൊക്കെ ബേഡിയും ഇതൊക്കെയാണ്. ഇതിൽ സോഡ ഉണ്ടാവും. അപ്പോഴത്തെ ഇങ്ങനെ പൊട്ടിക്കുന്ന സോഡ ഉണ്ടല്ലോ, അതാണ് ഗോലി സോഡ. മറ്റേ ഇത് ഓപ്പണോണ്ട് തുറക്കണം. ഗോലി സോഡ ഇങ്ങനത്തെ ഒരു ഇതോള് തുറക്കണം. അപ്പം അതും കൊണ്ട് ഇങ്ങനെ നടക്കും. നമ്മൾ കുറച്ച് പേര് നടക്കും. അപ്പം ഇങ്ങനെ കൊടുക്കും. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് കളി കാണുകയും ചെയ്യാം, ഇത് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ വിറ്റ് ഇങ്ങനെ വരും. അപ്പം അത് കഴിഞ്ഞാൽ ഒരു പോകുമ്പോൾ ഒരു 10-20 രൂപ എന്തായാലും കിട്ടും. അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. ആ സമയത്ത് കിട്ടിയ കാശ് അമ്മയ്ക്ക് കൊടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പം അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ട് കറക്റ്റായിട്ട് കാണണല്ലേ, അമ്മ കയ്യിൽ കൊടുക്കും. അപ്പം അങ്ങനെ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കണ്ടായിരുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു സന്തോഷ് ട്രോഫി 1981-ൽ ഇവിടെ നടക്കുമ്പോൾ അന്ന് കൃഷ്ണാനൂടെയൊക്കെ റെയിൽവേ ടീമിനാണ്. കൃഷ്ണാനൂടെ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് പ്ലെയർ. മറ്റേ ഡൽഹിയിൽ കൽക്കട്ടയിലുള്ള കൃഷ്ണാനൂടെ കേരളം മറഡോണ ഇന്ത്യൻ മറഡോണ എന്നാ പറയാം. കേരളം മറഡോണ ആസിഫാണല്ലോ, ഇന്ത്യൻ മറഡോണ എന്ന് പറയാം. അപ്പോൾ ആള് റെയിൽവേയിൽ കളിക്കുമ്പോൾ ആളൊക്കെ കളി കണ്ട് ബോളൊക്കെ എടുത്തു കൊടുക്കാൻ നിന്നിട്ടുള്ള ആളിന് ഞാൻ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് കുറച്ച് ഭയങ്കര ക്രൗഡല്ലേ. തമ്പുരാൻ എപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് കളിക്കാൻ പറ്റും, ഇത്രയും ക്രൗഡിന് മുന്നേ ഈ ഗ്രൗണ്ടിലൊന്ന് കളിക്കാൻ ആലോചിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വലിയൊരു എന്താ പറയുക, ഒരു ദൈവം കെട്ടുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ഫെഡറേഷൻ കപ്പ് അത്രയധികം നമ്മൾ വിഞ്ചുവിന് അവിടെ പോലീസ് ഇത്രയും ജനത്തിൻ്റെ മുന്നിലാവും. തൃശ്ശൂർ, എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിൽ അത്രയധികം ജനം, എൻ്റെ ഇടയിൽ കളിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ വേറൊരു അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ നിമിത്തങ്ങളും ഞാൻ ആലോചിച്ചതാണ് ഇങ്ങനെ കളിക്കാൻ പറയാം. ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ പറ്റുന്നു. പക്ഷെ നമ്മുടെ കുറേ പ്രയത്നം കൊണ്ടും ഹാർഡ് വർക്കിനോണ്ടും അത് അങ്ങനെ ആയിപ്പോയി. വലിയ സന്തോഷമാണത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.